വൈജയന്തിയെ ഭീഷണിപ്പെടുത്തി ബാലചന്ദ്രൻ. അങ്ങനെ നാളെയാണെങ്കിൽ വൈജയന്തി ഇവിടെ കാത്തിരിക്കുകയാണ് ബാലചന്ദ്രൻ്റെ വരവിനായിട്ട്. ബാലചന്ദ്രനോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടും വൈജയന്തി കാത്തിരിക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ബാലചന്ദ്രൻ വന്നെത്തുകയാണ്. ഇതേ സമയം വൈജയന്തിയാണെങ്കിൽ നിങ്ങളിത് എവിടെയായിരുന്നു? ആലീന എന്ന് പറയുന്ന നാശത്തെ എവിടെയാണ് കൊണ്ടുവിട്ടത്? നിങ്ങളെന്തിനാണ് അവൾക്ക് ഇത്രയും സമ്മാനവും ഇത്രയും പൈസയും ചെലവാക്കിയത് എന്ന് ചോദിക്കുന്നു. അതിന് മാത്രം എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നും ചോദിക്കുന്നു. അതൊക്കെ ചോദിക്കാൻ നീ ആരാണ് എന്ന് ബാലചന്ദ്രൻ വൈജയന്തിയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്. ഇതേ സമയം എന്ത് പറയണമെന്നറിയാതെ വൈജയന്തി ഒന്ന് സ്റ്റെക്കായി നിൽക്കുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, കൂടാതെ എൻ്റെ പണം, എൻ്റെ സ്വത്ത് എല്ലാം ഞാൻ എനിക്കിഷ്ടമുള്ള മാതിരി ചിലവാക്കും. അതിനെ ചോദ്യം ചെയ്യാൻ നിനക്കെന്താണ്? എൻ്റെ വീട്ടിൽ നിന്ന് നിൻ്റെ അച്ഛൻ തന്ന പൈസയാണോ എന്ന് ചോദിക്കുന്നത് കാണാം. പിന്നെ അലീനയ്ക്ക് കൊടുത്തത് അത് നിന്നെ അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീയും എന്നിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മറച്ചു പിടിച്ചിട്ടുണ്ടല്ലോ, അതാദ്യം തുറന്നു പറയാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നതും ബാലചന്ദ്രൻ അവിടെ നിന്ന് പോകുന്നതും വൈജയന്തി നാണം കെട്ട് നിൽക്കുന്നതും കാണാൻ സാധിക്കും.